അൽഫോൺസ്. ഇന്ന് സൺഡേ ആണ്. അപ്പൊ കുറെ നാൾ കൂടിയിരുന്ന ഒരു യാത്ര പോകണമെന്ന് ആഗ്രഹിച്ചു. അതിന്റെ ഫലമായിട്ട് ഞങ്ങൾ ഇന്നൊരു യാത്ര പോയിരിക്കുകയാണ്, യാത്ര വന്നിരിക്കുകയാണ്. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സ് സീതു, അശ്വതി, പിന്നെ അമ്മു, അതോടൊപ്പം തന്നെ അനന്തു, പിന്നെ അശ്വതിയുടെ പപ്പ രാമചന്ദ്രൻ. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അദ്ദേഹവും ഞങ്ങൾക്കൊരു നല്ല ഗൈഡായിട്ട് ഞങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ട്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പം ടൂറ് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരിക വലിയ മൈസൂറോ ഊട്ടി കൊടൈക്കനാൽ അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലെ, അല്ലെങ്കിൽ മൂന്നാറ്. പക്ഷേ കോട്ടയം ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കോട്ടയത്ത് തന്നെ വളരെ നല്ല രസകരമായ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അഴുതയാറിനെ പറ്റി നിങ്ങളൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ എന്തായാലും അഴുതയാറിന്റെ തീരത്താണ് ഞാനിപ്പോ നിൽക്കുന്നത്, കോരുത്തോട് കണ്ടങ്കയം വനത്തില്. ഒരു യാത്ര പോകണം എന്ന് ആഗ്രഹിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വന്നത് കണ്ടങ്കയം വനമാണ്. നേരത്തെ മുമ്പൊരിക്കൽ ഞാനിവിടെ വന്നിട്ടുണ്ട്. അപ്പൊ പക്ഷെ അന്ന് വന്ന അത്രയും ആഘോഷിക്കാനോ ഇന്ന് വന്ന അത്രയും ആഘോഷിക്കാൻ അന്ന് എനിക്ക് സാധിച്ചിട്ടില്ല. പിന്നെ നമുക്കറിയാം പാറക്കൂട്ടങ്ങളുടെ നടുവിലാണ്. നേരത്തെ പണ്ട് കാലത്തൊക്കെ ഇവിടെ വെള്ളം കരകവിഞ്ഞൊഴുകിയ ഒരു പണ്ടൊക്കെ വെള്ളം കരകവിഞ്ഞൊഴുകിയ ഒരു സ്ഥലമായിരുന്നു. ഇപ്പം കുറേ കല്ലുകളുടെ കൂട്ടമാണ്, കൂട്ടക്കല്ല്. ഓക്കെ, അപ്പൊ കൂട്ടക്കല്ലെന്നാണ് പേരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനപ്പുറം പെരിയാർ ടൈഗർ ആണ്. അപ്പോ ഇതിനപ്പുറത്ത് ഇങ്ങനെ കടുവകളുടെ ഒക്കെ ഒരു സങ്കേതമാണ്. പിന്നെ ആനയൊക്കെ ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങി വരാറുണ്ട്. അതിനപ്പുറത്തേക്ക് ആൾക്കാരൊക്കെ താമസിക്കുന്ന ജനവാസ കേന്ദ്രമൊക്കെയാണ്. പക്ഷെ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ പേടിയാണ്, ഭയമാണ്. എപ്പോഴാണ് ആന വെള്ളം കുടിക്കാൻ ഇറങ്ങി വരുന്നത് എന്നൊക്കെയുള്ള ഭയമാണ്. കുറെ പേര് മീൻ പിടിക്കാനൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ അവധിക്കാലം ആഘോഷിക്കാനൊക്കെ ഇവിടുത്തെ ആളുകളൊക്കെ തിരഞ്ഞെടുക്കുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ഈ ഒരു അഴുതയാറ്. അപ്പം ഫ്രണ്ട്സൊക്കെ ആയിട്ട് കറങ്ങണമെന്ന ആഗ്രഹമൊക്കെ ഉള്ളവര് നമ്മുടെ ഈ ഒരു അഴുതയാറിന്റെ തീരത്തൊക്കെ വരാം. ഒത്തിരി കാശ് മുടക്കമുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ബസ്സുണ്ട്, കോരുത്തോട് വരെ ബസ്സുണ്ട്. അവിടുന്ന് ഒരു ഓട്ടോയ്ക്ക് ഇങ്ങോട്ട് വരാവുന്നേ ഉള്ളൂ. അപ്പോ നല്ലൊരു അന്തരീക്ഷം. ഞങ്ങൾ ഇവിടെ വന്നിട്ട് കപ്പയൊക്കെ കൊണ്ടുവന്നു. പിന്നെ ഫുഡൊക്കെ ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്യുകയാണ്. ചിക്കൻ കറിയും കപ്പയും ഒക്കെ ഞങ്ങൾ ഇവിടെ തന്നെ അങ്ങ് ഉണ്ടാക്കിയേക്കുവാണ്. അപ്പോ ചിക്കൻ ഇച്ചിരി ഉപ്പ് കൂടിപ്പോയെന്നൊക്കെ പറയുന്നുണ്ട്. സാരമില്ല, അത് ഞങ്ങളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ നമുക്കറിയാം ഈ ഒരു അഴുതയാറ് എന്ന് പറയുമ്പോഴത്തേന് ഒത്തിരി ആളുകള് വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. ഒത്തിരി ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. ഒരു ടൂറിസ്റ്റ് മേഖലയാക്കി എടുക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. പിന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആനയൊക്കെ വരും, ആന വന്നും പോയൊക്കെ നിൽക്കും ഞങ്ങക്ക്. അപ്പോ എന്തായാലും നമ്മുടെ രാമചന്ദ്രൻ അങ്കിള് നല്ലൊരു ഗൈഡാണ്. ശരിക്കും അദ്ദേഹം നല്ല കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ അഴുതയാറ്റില് കല്ല്, അതായത് ഈ വെള്ളത്തിനകത്തുള്ള കല്ലൊക്കെ ചവിട്ടി കഴിഞ്ഞാല് തെന്നി പോകുന്നതാണ്. അതുകൊണ്ട് നമുക്ക് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേങ്കിൽ വളരെ പ്യൂരിറ്റി ആയിട്ടുള്ള, വളരെ പ്യുവർ ആയിട്ടുള്ള വെള്ളമാണ് ഈ അഴുതയാറ്റിലുള്ളത്. ശരിക്കും നമുക്ക് കുടിക്കാം, വളരെ നിർമ്മലമായിട്ടുള്ള ജലമാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ആണ് അവിടെ നിൽക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, സീതു, അശ്വതി, അമ്മു. പിന്നെ ഇടയ്ക്ക് നല്ല പനങ്ങളിലൊക്കെ കിട്ടുവാണെങ്കിൽ ഇവിടെ വന്നിട്ട് കുടിക്കാനൊക്കെ വളരെ നല്ലതാണ്. ഞങ്ങൾക്ക് ഇത്തിരി പനങ്ങളിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അതത്ര മോശമായ കാര്യമൊന്നുമല്ല. പനങ്ങളിലൊക്കെ ആരോഗ്യത്തിന് നല്ലതല്ലേ അല്ലേ? ഓക്കെ. പിന്നെ ഇവിടെ പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. പ്ലാസ്റ്റിക് ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊക്കെ ആൾക്കാർ കണ്ടുപിടിച്ചാൽ, അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ആൾക്കാർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ കേസാണ്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ആവശ്യമില്ലാതെ ഇവിടെ കടന്നു കയറാനൊന്നും പറ്റില്ല. വനത്തെ വളരെ പൊന്നുപോലെ സൂക്ഷിക്കുക എന്ന് തന്നെയാണ് ഇവിടെ ഉള്ളവർ പറയുക. പിന്നെ എൻ്റെ നമുക്കൊന്ന് ഫ്രണ്ട്സിനെ ഒന്ന് പരിചയപ്പെടാം. ഒരു ചെക്ക് ഡാം ഒക്കെ കെട്ടിക്കഴിഞ്ഞാല് നല്ലൊരു ടൂറിസ്റ്റ് മേഖലയാക്കി എടുക്കാൻ സാധിക്കും. കാരണം ബോട്ടിംഗ് ഉൾപ്പെടെ അനന്ത സാധ്യതകളാണ്. ടൂറിസ്റ്റ് കേന്ദ്രം, നമുക്കൊരു വിനോദസഞ്ചാര കേന്ദ്രത്തിന് പറ്റിയ അനന്ത സാധ്യതകൾ തുറന്നു കിടക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ അധികാരികളൊക്കെ അങ്ങനെയൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും.
പിന്നെ മരത്തേലിരിക്കുന്നത് സീതു. പിന്നെ ഇതൊരു വഞ്ചി മരമാണ്. ഓക്കെ, ഇത് അമ്മു. പിന്നെ അമ്മു ഷില്ലോങ്ങുകാരിയാണ്. പിന്നെ ഇത് അശ്വതിയുടെ പപ്പയാണ് നമ്മുടെ രാമചന്ദ്രൻ അങ്കിളാണ് ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തന്നത്. പിന്നെ ഈ കാണാൻ പോകുന്നത് നമ്മുടെ അനന്തു. ഓക്കെ, ഹായ് അനന്തു. അനന്തുവാണ് ഞങ്ങക്ക് എല്ലാ എന്താ പറയാ ടെക്നിക്കൽ സപ്പോർട്ടൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമുക്കിനി ആ വനമൊക്കെ ഒന്ന് കാണുവാണെങ്കിൽ വളരെ രസകരമായ പാറക്കൂട്ടങ്ങളുടെ നടുവിലാണ്. കുറെ ആൾക്കാരൊക്കെ അപ്പുറമൊക്കെ ഉണ്ട്. നമുക്ക് അധികം കാശ് മുടക്കില്ലാതെ നമ്മുടെ അവധിക്കാലമൊക്കെ ആഘോഷിക്കാൻ പറ്റുന്ന ഒരു സമയം, ഒരു സ്ഥലമാണിത്. അപ്പൊ എന്തായാലും ഓക്കെ പറഞ്ഞു. അഴുത ആറ്റിലാണ് നിൽക്കുന്നത്. അപ്പൊ ഒരു ആറ്റിൽ കൂടി ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റുന്നത് ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. ശരിക്കും ഇതിന്റെ ഇടയ്ക്ക് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന പാറയിലൊന്നും ചവിട്ടി കഴിഞ്ഞാൽ നടുവും തല്ലി താഴെ കിടക്കും. പിന്നെ അതിനപ്പുറത്തോട്ട് കുറെ പേര് വിശ്രമിക്കാൻ കണ്ടെത്തുന്ന ഒരു സ്ഥലമാണ്. വളരെ രസകരമായ സ്ഥലമൊക്കെയാണ്. അതിന്റെ ഇടയ്ക്ക് മീനൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ മീനുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ പാമ്പൊന്നും ഇല്ല, എന്നാലും ഞാനിപ്പോ തെന്നുന്നുണ്ട് കേട്ടോ. എന്റെ കാലൊക്കെ തെന്നുന്നുണ്ട്, വഴുതി പോകുന്നുണ്ട്. അപ്പോ വനം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ എന്തായാലും ഗതികേടാകേനെ. ഓക്കെ, അപ്പൊ എന്തായാലും സൂക്ഷിച്ചൊക്കെ നടക്കുക എന്ന് എനിക്ക് എന്നോട് തന്നെ പറയേണ്ട അവസ്ഥ വന്നു. അധികം മാലിന്യങ്ങളൊന്നും എനിക്ക് തോന്നുന്നു അങ്ങനൊന്നും ഇല്ല. പ്ലാസ്റ്റിക്കും കാര്യങ്ങളും ഒന്നും ഇല്ല ഇവിടെ. അത്രമാത്രം ഭംഗിയോട് കൂടിയും ശ്രദ്ധയോടുകൂടിയാണ് ഈ വനം എല്ലാവരും ഇവിടെ കയറുന്നവരൊക്കെ പെരുമാറുന്നത് ഇവിടെ വന്നിട്ട്. പിന്നെന്താണ് കൂടുതലായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മനസ്സിനും ഒക്കെ സന്തോഷം നൽകുന്ന ഒരു ഏരിയ ആണ്, അന്തരീക്ഷമാണ് വനത്തിലൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ. വളരെ സന്തോഷകരമായ അന്തരീക്ഷം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം വനം സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഓരോ മനുഷ്യന്റെയും ഓരോ വ്യക്തിയുടെയും കടമയാണ്. വനം മാത്രമല്ല, നമ്മുടെ പരിസ്ഥിതിയെ നമ്മൾ സംരക്ഷിക്കുക. ജീവിക്കേണ്ട നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമാണ് നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പരിസ്ഥിതിയെ നമുക്ക് സംരക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള വനങ്ങള് ഓക്കെ പൈതൃക സ്വത്താണ് നമുക്ക് ഇങ്ങനെ ഇതുപോലുള്ള വനങ്ങള്. അപ്പം ഇത്തരം വനങ്ങളെയൊക്കെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും കടമയാണ്. നമ്മുടെ നാട്ടിലുള്ള ഇത്തരം ചെറിയ ചെറിയ വനങ്ങളെയൊക്കെ സംരക്ഷിക്കുക. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ. സൈനിങ് ഓഫ്, അൽഫോൺസ്.